പെരുങ്കള്ളി 4 ദിവസം മാത്രമാണ് കല്യാണമെന്ന്. എന്നിട്ട് 1 മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന്. എന്തൊരു പെരുങ്കള്ളമാണ് പെരുങ്കള്ളി പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി തുടങ്ങാൻ ഉദ്ദേശിച്ചാണ്, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കളിൽ ഒരാളായ സന്ദീപ് വാര്യർ കഴിഞ്ഞ വർഷം പങ്കെടുത്ത കല്യാണത്തിന്റെ ചിത്രങ്ങളാണ്. ഇതിന്റെ ഒറിജിനൽ ചിത്രങ്ങൾ എന്റെ ഇരിപ്പുണ്ട്. ഇത് AI ആണ്. സന്ദീപ് വാര്യർ പങ്കെടുത്ത കല്യാണത്തിന്റെ ചിത്രങ്ങളാണ്. ശ്രീ സന്ദീപ് വാര്യർക്കടക്കം പല ആൾക്കാർക്കും ഇവരുടെ കല്യാണത്തെയും ജീവിതത്തെയും കുറിച്ചും അറിയാം. അത് സന്ദീപ് ജി ശക്തമായി വെളിയിൽ വന്ന് പറയണമെന്ന് അദ്ദേഹത്തോട് താഴ്മയായ ഒരു അഭ്യർത്ഥനയാണ്. സന്ദീപ് ജിക്ക് എന്തെങ്കിലും ഒരു പങ്കെടുത്തൊന്നുമല്ല. അദ്ദേഹം അന്ന് നിൽക്കുന്ന പാർട്ടി, ആ പാർട്ടിയില് നേതാവായ, അവരുടെ യുവഘടകങ്ങളിൽ നേതാവായ ഒരു വ്യക്തിയുടെ കല്യാണത്തിന് പോകും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ല ഒന്നുമല്ല. സന്ദീപ് ജി ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള, ധാർമ്മികതയുള്ള, നൈതിക ബോധമുള്ള വ്യക്തികളുള്ള ഒരാളാണ്. സന്ദീപ് ജി അടക്കം ഈ കാര്യം പറയണം. ഞാൻ ഈ പയ്യനോട്, അതായത് ഭർത്താവിനോട്, ഈ പെണ്ണിന്റെ, ഈ വ്യാജ അതിജീവിതയുടെ ഭർത്താവിനോട് ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് അടക്കം എന്റെ കയ്യിലുണ്ട്. 4 ദിവസമാണ് കല്യാണം എന്നുള്ളത് പച്ചക്കള്ളമാണ്. 1 മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്നുള്ളത് പച്ചക്കള്ളമാണ്. എൻ്റെ അദ്ദേഹത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് അടക്കം ഉണ്ട്. ഞാനത് വെളിയിൽ വിടാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എനിക്ക് മാന്യത ഉള്ളതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തോട് പെർമിഷൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോ ഞാനത് വെളിയിൽ വിടാൻ കംഫർട്ടബിൾ അല്ല, മറ്റൊരവസരത്തിൽ നമുക്കതാകട്ടെ. കാര്യം അതാണ് മാന്യതയും മര്യാദയും. ഞാൻ ആ വ്യക്തിയോട് വിളിച്ച് പെർമിഷൻ ചോദിച്ചു. സുഹൃത്തെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഞാൻ താങ്കളോട് സംസാരിക്കുന്നു, താങ്കളുടെ ഓഡിയോ അങ്ങനെ ഇപ്പം വിടാം. പുള്ളി പറഞ്ഞു, ഇപ്പൊ അത് വിടണ്ട, നമുക്ക് നേരിട്ട് കാണാം. ഞാൻ ഇനി പാലക്കാട് പോകണം, ഞാൻ തിരുവനന്തപുരത്താണ്. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ പോകാത്തത്. ശനി ഞാനും ഒക്കെ വീട്ടുകാരോടൊപ്പം ഇരിക്കാന്നൊക്കെ വിചാരിച്ചാണ്. ഞാൻ എന്തായാലും മിക്കവാറും പോവും. അപ്പോൾ ഈ വ്യക്തിയെ ഞാൻ പോയി എന്തായാലും കാണുകയും ചെയ്യും. 4 ദിവസമേ കല്യാണം നടന്നു എന്നുള്ളത് പച്ച കള്ളമാണ്. എന്തൊരു കള്ളമാണ്! 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്ന്. ഒഴിയാൻ എന്താ, മുറി വല്ലതും ആണോ? കല്യാണം ഒഴിഞ്ഞു എന്ന്, അതായത് ഡിവോഴ്സ് ആയി എന്ന് പറയാൻ പറ്റൂല. ആൾക്കാർ വീണ്ടും ചോദ്യം ചെയ്യും. ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്, കുറച്ച് വേഗമായിട്ട് സംസാരിച്ചാൽ മതി, അവിടെയും ഇവിടെയും തൊടാതെ സംസാരിച്ചാൽ മതി. 1 മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന്. ഒഴിയാൻ ഇത് വാടക മുറി വല്ലതും ആണോ? ഇപ്പോഴും ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. പച്ച കള്ളം പറയുകയാണ്. കാരണം ഭർത്താവ് അത് കൺഫേം ചെയ്തു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പെൺകുട്ടി കല്യാണം കഴിച്ചതാണ്. അപ്പൊ അതിന്റെ മോനെ അങ്ങ് ഒടിഞ്ഞുപോയി. തീവ്ര ഫെമിനാസികളും ഒരു വലിയ മാധ്യമപ്പടയും രാഹുലിനെതിരെ വലിയൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നു, പെൺകുട്ടി കല്യാണം കഴിച്ചതാണ് എന്ന് ഞാൻ ചാനലുകളിൽ കയറി പറഞ്ഞപ്പോൾ അവരുടെ മോനെ ഒടിഞ്ഞ് അത് ഇല്ലാതായി. അപ്പൊ ഇനി അതിനെ മറികടക്കാനാണ് പറയുന്നത്. അങ്ങനെയൊന്നും അല്ല, 4 ദിവസമായിരുന്നു കല്യാണം, 1 മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന്. ഒഴിയുക എന്നൊരു പരിപാടി ഇല്ല. ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇതുവരെ ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. അങ്ങനെയാണ് ഈ ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് കാണിക്കട്ടെ. ഇതുവരെ ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. അപ്പോ കല്യാണത്തിൽ ഇരിക്കുമ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ പെൺകുട്ടി അങ്ങോട്ട് വിളിച്ച് ബന്ധം സ്ഥാപിച്ചു എന്നും ഫേസ്ബുക്കിൽ അങ്ങോട്ട് സൗഹൃദം സ്ഥാപിച്ചു എന്നും ഒക്കെ പറയുമ്പോൾ ഒരുപാട് ഈ പെൺകുട്ടിയുടെ ചെയ്തികളിൽ, ഈ പെൺകുട്ടിയുടെ കർമ്മങ്ങളിൽ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ആക്ഷൻസിൽ ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യനെ മറയ്ക്കാനുള്ള വളഞ്ഞ വഴിയല്ലേ ഈ പെണ്ണിനെ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, വ്യാജ അതിജീവിതയെ, എനിക്ക് അതിജീവിതകളെ ബഹുമാനമാണ് കേട്ടോ, വ്യാജ അതിജീവിതകളെ ബഹുമാനക്കുറവുള്ളൂ. ഈ വ്യാജ അതിജീവിതയെ പുറകിൽ നിന്ന് കളിപ്പിക്കുന്നവർ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താന്ന് വളരെ ക്ലിയർ അല്ലേ? ഈ വ്യാജ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കണം. മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യില്ല. രാവിലെ മനോരമ അടക്കം വാർത്ത ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് രാവിലെ എണീപ്പിച്ചത് 1-2 മീഡിയക്കാരാണ്. മനോരമ അടക്കം 4 ദിവസമേ കല്യാണം ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് കല്യാണം ഒഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കല്യാണം ഒഴിയുന്നൊരു പരിപാടിയില്ല. ഇപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല. ആ പയ്യന്റെ റെക്കോർഡിംഗ് അടക്കം എൻ്റെ ഉണ്ട്. അത് വെളിവിടുന്നില്ല. അദ്ദേഹത്തിന്റെ പെർമിഷൻ കിട്ടാൻ ഞാൻ വെളിവിടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാട്സപ്പ് ചാറ്റ് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പെൺകുട്ടി ചതിച്ചതുപോലെ, ഈ വഞ്ചകി ചതിച്ചതുപോലെ രാഹുൽ ഈശ്വർ ചെയ്യില്ല. കാര്യം നമ്മൾ മാന്യതയിലും മര്യാദയിലും ധർമ്മത്തിലും വിശ്വസിക്കുന്നവരാ. നമ്മൾ സത്യത്തിന് വേണ്ടി പോരാടുമ്പോഴും സത്യത്തിന്റെ വഴിയിലേ പോരാടുകയുള്ളൂ, നിയമത്തിന്റെ വഴിയിലേ പോരാടുകയുള്ളൂ. നിയമം അനുശാസിക്കാത്തൊരു കാര്യം ചെയ്യില്ല. ഞാൻ ആദ്യം അവരുടെ ഒറിജിനൽ ഫോട്ടോ ആണ് ഇട്ടിരുന്നത്, കല്യാണ ഫോട്ടോ, എന്നിട്ട് ബ്ലർ ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു അതുപോലും ചെയ്യാൻ പാടില്ല. കാര്യം വേണമെങ്കിൽ അത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി വിക്ടിം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അതിന്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റും കാണാം. ഞാൻ ആദ്യം സന്ദീപ് വാര്യർ നിൽക്കുന്ന ഫോട്ടോയും എന്നിട്ട് ഇവരുടെ ഫോട്ടോയും കൂടെയാണ് ഇട്ടത്. ഇപ്പോ ഫോട്ടോ ഇട്ടിരിക്കുന്നത് പോലും പാറ്റേൺ മാറ്റിയാണ്. കാര്യം നിയമത്തെ അത്രമാത്രം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഏതെങ്കിലും രീതിയിൽ പരാതിക്കാരി, അതിജീവിതയൊന്നുമല്ല, ഇരയും ഒന്നുമല്ല, പെരുങ്കള്ളി, ഇരയെന്നും അതിജീവിതയെന്നും വിളിച്ച് ഗ്ലോറിഫൈ ചെയ്യണ്ട. ഈ പരാതിക്കാരിയെ ഏതെങ്കിലും രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ രാജ്യത്തിന്റെ, എൻ്റെ മാതൃരാജ്യമായ ഇന്ത്യയുടെ നിയമവും ഭരണഘടനയും അനുശാസിക്കുന്നത്. ആ ഭാരതത്തിന്റെ നിയമത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് AI ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. പാറ്റേൺ പോലും മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി സന്ദീപ് ജിയോടുള്ള റിക്വസ്റ്റ്, സന്ദീപ് ജി അടക്കമുള്ളവർ ശക്തമായി ഇത് മുമ്പോട്ട് വന്ന് പറയണം.
സന്ദീപ് ജി അടക്കമുള്ളവർ മുമ്പോട്ട് വന്ന് യഥാർത്ഥത്തിൽ 4 ദിവസമായിരുന്നില്ല കല്യാണമെന്നും ഈ പെൺകുട്ടി കള്ളം പറയുകയാണെന്നും അങ്ങ് കോൺഗ്രസിന്റെ പൊസിഷൻ എടുത്താൽ മതി, കോൺഗ്രസ് ഇപ്പൊ എടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ എടുത്തിരുന്നാൽ മതി, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ പച്ച കള്ളം പറഞ്ഞു കൂടുള്ള ഒരുത്തനെ കൊത്തിപ്പറിക്കാൻ നമ്മൾ ഇട്ടു കൊടുക്കരുത്. അത് നമ്മുടെ ധാർമ്മികതയ്ക്കെതിരാണ്, അത് നമ്മുടെ സംസ്കാരത്തിനും നിയമത്തിനും സത്യത്തിനും എതിരാണ്, മഹാത്മാഗാന്ധി പഠിപ്പിച്ച മൂല്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്ത് പറയാം. 4 ദിവസമായിരുന്നു കല്യാണം എന്നുള്ളത് പച്ചക്കള്ളമാണ്. 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്നുള്ളത് പച്ചക്കള്ളമാണ്. ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിന് ആ പയ്യനുണ്ട്. ഇനി മാധ്യമങ്ങളോട് എനിക്ക് റിക്വസ്റ്റ്, ആ പയ്യൻ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ പോയി കണ്ടു നോക്കാം. പക്ഷേ ആ പയ്യനോടും കൂടി ചില സത്യങ്ങൾ ചോദിക്കണം. ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള ചില സത്യങ്ങൾ അവളുടെ ലീഗലി വെഡായ ഭർത്താവ് പറയും. ജയ് ഹിന്ദ്.